ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നൊരു അടിപൊളി സ്നാക്കുമായിട്ട് കേട്ടോ ഞാൻ വന്നത്. സ്ലിം ആവാൻ ശ്രമിക്കുന്നവർക്കും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഹെൽത്തി സ്നാക്കാണ് കേട്ടോ ഇത്. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ എന്താ വെച്ചാൽ നല്ല കൂടുതലായിട്ട് ഫൈബറും പ്രോട്ടീനും ഒക്കെ ഇതിലടങ്ങിയിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും കഴിക്കാനും പറ്റും. കാരണം വെച്ചാൽ കുറഞ്ഞ ഓയിലിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഈ ഒരു സ്നാക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ പേടി കൂടാതെ കഴിക്കാനും പറ്റും. നല്ല ഫൈബറാണ്, പ്രോട്ടീനാണ്. അപ്പം ഈ ഒരു റെസിപ്പി നിങ്ങൾ കണ്ടു നോക്കി. ഞാൻ ആദ്യം ഇവിടെ 1.5 കപ്പ് ചെറിയൊരു കപ്പിന് 1.5 കപ്പോളം ഞാൻ മുളപ്പിച്ച ചെറുപയർ എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് അങ്ങനെ ഉണ്ടാക്കി ഇതിൽ ഗ്രേറ്റ് ചെയ്തെടുത്ത്, അതേപോലെ നമ്മളെ കക്കിരിയില്ലേ അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാനൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഈ മുളപ്പിച്ച ചെറുപയർ അതിട്ട് കൊടുത്തു കേട്ടോ. അതിന് ശേഷം ഞാൻ ചെറിയൊരു ഇഞ്ചിൻ്റെ കഷ്ണം ഇതിലേക്ക് ഇട്ട് കൊടുത്ത്, പിന്നെ എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളക് പൊട്ടിച്ച് അതും ഇട്ട് കൊടുത്ത്. പിന്നെ ഞാനിവിടെ ഇട്ടത് നമ്മളെ ഗരം മസാലൻ്റെ പൊടി കേട്ടോ. ഇത് ചെറിയൊരു നുള്ള് കൊള്ളുന്ന ഒരു സ്പൂണാണ്. പിന്നെ ഞാൻ എരിവിന് വേണ്ടിയിട്ട് തന്നെ കുറച്ച് മുളകും പൊടി ഇട്ടിട്ടുണ്ട്. അതേപോലെ കുറച്ച് ഉപ്പ്, പാകത്തിന് വേണ്ട ഉപ്പ് അത് ഇട്ട് കൊടുത്ത്, എന്നിട്ട് വെള്ളമില്ലാതെ അരച്ചെടുത്തതാട്ടോ. അപ്പം വെള്ളമില്ലാതെ അരച്ചെടുക്കാൻ നമുക്ക് ഇതാവും. എന്താ വെച്ചാൽ ചെറുപയറിൽ ഒന്ന് മുളപ്പിച്ച ചെറുപയറും കൂടെ ആണല്ലോ, അതുകൊണ്ട് ഇങ്ങനെ അരച്ച് എടുക്കാൻ കഴിയും കേട്ടോ. അപ്പം ഫസ്റ്റത്തെ കറക്കിൽ ഇങ്ങനെ ആയി. പിന്നെ ഒന്നും കൂടെ ഞാൻ കറക്കിയെടുത്ത്, അപ്പം നല്ലോണം അരഞ്ഞ് കിട്ടീന് കേട്ടോ. അത് ഞാൻ എന്ത് ചെയ്തു, ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്ത്. ഒട്ടും വെള്ളം ഒഴിക്കാതെ വേണം കേട്ടോ അത് അരച്ചെടുക്കാൻ. എന്നാലേ നമുക്ക് ആ ഒരു സ്നാക്ക് ഉണ്ടാക്കാനുള്ള ഒരു ഇതിൽ പാകത്തിന് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ ചെറുപയർ അരച്ചതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ക്യാരറ്റിലെ അതിട്ട് കൊടുത്ത്, അതിന് ശേഷം കക്കിരിയും ഇട്ട് കൊടുത്ത്, പിന്നെ സബോളയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് ചെയ്യുമ്പോഴും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇതിലൊക്കെ വെള്ളം ഉണ്ടാവുമല്ലോ. പിന്നെ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് എല്ലില്ലാത്ത ചിക്കൻ പീസ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ലോണം പൊടിച്ച് കൈകൊണ്ട് തന്നെ പൊടിച്ചെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്താണ് കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ ഇട്ട് കൊടുത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ വെച്ചാൽ ഈ ഒരു സ്നാക്കിന് എന്ത് ചെയ്യും, നല്ല രസമാട്ടോ, കൂടുതൽ ടേസ്റ്റാണ്. ചിക്കൻ വേണമെങ്കിൽ നിങ്ങൾ ഇട്ടാൽ നിർബന്ധമില്ല, പക്ഷേ ചിക്കൻ ഇട്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ്. ചിക്കൻ ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നല്ലോണം കുഴച്ചെടുത്തതിന് ശേഷം എന്ത് ചെയ്തു, കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തോട്ടെ എന്നുള്ളതിൽ ഒന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ച്. അപ്പോൾ ഒന്നും കൂടെ അതിൽ നിന്നുണ്ട് കേട്ടോ, ഈ ക്യാരറ്റിൻ്റെയും കക്കരിൻ്റെയും ഇതിനൊക്കെ വെള്ളം കുറച്ച് ഇങ്ങനെ വരുന്നുണ്ടായിനി. പിന്നെ ലാസ്റ്റാണ് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തത്. മല്ലിച്ചപ്പ് ലാസ്റ്റ് ഇട്ട് കൊടുക്കാമെന്ന് കരുതിയത്. എന്താ വെച്ചാൽ മല്ലിച്ചപ്പിൻ്റെ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളും നിൽക്കാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്തത്. അങ്ങനെ ലാസ്റ്റ് ചുട്ടെടുക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ ആയതുകൊണ്ട് എന്ത് ചെയ്ത്, മല്ലിച്ചപ്പ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് കേട്ടോ. ഈ മുളപ്പിച്ച പയർ നമ്മൾ ഈ മിക്സിൻ്റെ ജാറിലിട്ട് ഇങ്ങനെ ഒരു ഇതുണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസും കാര്യങ്ങളും ഒക്കെ ആഡ് ചെയ്യും കേട്ടോ. അപ്പം ഞാനൊരു പാൻ വെച്ച് കൊടുത്ത് ആ പാനിലേക്ക് കുറേശ്ശെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ബ്രഷ് കൊണ്ട് എല്ലാ ഭാഗത്തും ആകുന്ന രൂപത്തിൽ ഓയിലൊക്കെ ആക്കി കൊടുത്ത്, പിന്നെ ഞാൻ എന്തെയ്തു, നമ്മളെ പരിപ്പ് വട അതൊക്കെ ഉണ്ടാക്കുന്ന ആ രീതിയിൽ തന്നെ കയ്യിലിട്ട് തന്നെ പരത്തിയെടുത്തതാട്ടോ. എന്നിട്ടാണ് ഞാൻ പാനിലേക്ക് വെച്ച് കൊടുത്തത്. ഫസ്റ്റത്തത് ഞാൻ കുറച്ച് ചെയ്തപ്പം കട്ടിയില്ലാതെ ആയിപ്പോയിട്ടുണ്ട്. അപ്പം കുറച്ചും കൂടെ കട്ടിയിൽ ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഒരു നല്ല രീതിയിൽ കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഓരോന്നായിട്ട് പിന്നെ ഈ പാന് കണ്ടില്ലേ നിങ്ങൾ, അപ്പോൾ 4 ഇതിലേക്ക് ഓരോ ബൗളിൽ എന്താക്കി ഇങ്ങനെ പരത്തി അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കൈ കൊണ്ട് നല്ലോണം അതിൽ നിന്ന് തന്നെ പരത്തി എടുത്തു കേട്ടോ. അപ്പോൾ കുറച്ച് ഓയിൽ മതി കേട്ടോ ഇതിന് ഇങ്ങനെ ചെയ്യാൻ, കുറേ ഒന്നും വേണ്ട. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ സിമ്മ് ചെറുതാക്കി വെച്ചിട്ട് ഒരു മൂടി വെച്ചിട്ട് ഒരു 3-4 മിനിറ്റോളം ഞാനിങ്ങനെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ തിരിച്ച് ഇട്ട് മറുഭാഗവും വേവാൻ വേണ്ടിയിട്ട് തിരിച്ചിട്ട് കൊടുത്ത്, എന്നിട്ട് വീണ്ടും ഒരു 3-4 മിനിറ്റോളം ഞാൻ ചെറിയ തീയിൽ
മൂടി വേവിച്ചെടുത്തിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അതിങ്ങനെ റൗണ്ടിൽ ഒന്നും കൂടെ തിരിച്ചിങ്ങനെ ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ എല്ലാ ഭാഗത്തും വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനങ്ങനെ ചെയ്ത്. ഇപ്പോൾ കണ്ടോ നല്ലോണം മൊരിഞ്ഞ് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല മൊരിഞ്ഞ് കിട്ടിയിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു ചട്ടിനി ഉണ്ടാക്കാം. ഇത് നിലക്കടലല്ലേ, അത് വറുത്ത തൊലിയില്ലാത്ത നിലക്കടലാണ് കേട്ടോ. ഞാനത് കുറച്ച് ഇതിലിട്ട് കൊടുത്ത്, അതേപോലെ തേങ്ങാപ്പൂൾ ആണ് ഞാൻ ഇതിലിട്ട് കൊടുത്തത്. പിന്നെ മല്ലിച്ചപ്പ്, പിന്നെ അതുപോലെ കറിവേപ്പില, പിന്നെ പച്ചമുളക്, പിന്നെ ഒരു വെളുത്തുള്ളി, പിന്നെ വെള്ളം, ഉപ്പ് ഇതൊക്കെ കൂട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്ത് നല്ലോണം മിക്സിയിൽ ജാറിലിട്ടിട്ട് അരച്ചെടുത്തിരുന്നു കേട്ടോ. ഈ ചട്ടിനി ഇതിലേക്ക് നല്ല ടേസ്റ്റാണ്. ഇതുപോലെ അരച്ച് എടുക്കണം കേട്ടോ. ഇത് കണ്ടോ അടിപൊളിയായിട്ട് ഈ ഒരു സ്നാക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം പിന്നെ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് ഉള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പം ഈ ഒരു കട്ട്ലേറ്റ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. വൈകുന്നേരം നമ്മളെ വിശപ്പ് മാറ്റാനും അതുപോലെ നമുക്കൊരു ഹെൽത്തി ആയിട്ടും ഒക്കെ ഉള്ള ഒരു കട്ട്ലേറ്റാണ്. അപ്പോൾ ചെറുപയർ ഇങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും മക്കളൊക്കെ ചോദിച്ച് വരും. ഇത് ചെറുപയർ കൊണ്ടാണ് ഉണ്ടാക്കിയതും കൂടെ മനസ്സിലാക്കാൻ കഴിയില്ല കേട്ടോ. അത്രയ്ക്കും നല്ല ടേസ്റ്റാണ് ഇത്. പിന്നെ മുളപ്പിച്ച ചെറുപയറാണല്ലോ, അപ്പോൾ നല്ല ഫൈബറും പ്രോട്ടീനും ഒക്കെ ആണല്ലോ ഈ ഒരു സ്നാക്കിന്. അപ്പം പിന്നെ ഈ റെസിപ്പിയും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.